ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ IPL 2025 താരതലത്തിൽ ടീമുകൾ നിലനിർത്താൻ സാധ്യതയുള്ള താരങ്ങളുടെ വീഡിയോ ആണ് കുറച്ച് ദിവസങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ ഇതിനു മുമ്പ് RCB, RR, CSK, MI ടീമുകളുടെ റിട്ടൻഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. സോ ഇതിലെ 5ാമത്തെ ടീമിൻ്റെ റിട്ടൻഷൻ വീഡിയോ ആയിട്ടാണ് ഇപ്പോൾ എത്തിയിട്ടുള്ളത്. 5ാം പാർട്ടിൽ ചർച്ച ചെയ്യാൻ പോകുന്നത് IPL കഴിഞ്ഞ സീസണിലെ ചാമ്പ്യന്മാരായിട്ടുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിൻ്റെ ഓപ്ഷൻ അപ്ഡേറ്റ്സ് വീഡിയോ ആണ്. സോ വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് കൂടുതൽ കായിക വാർത്തകൾക്ക് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കും. ഒപ്പം ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് വെച്ചേക്കാം. സോ KKR കഴിഞ്ഞ സീസണിൽ ഗൗതം ഗംഭീർ മെൻറ്ററായി വന്ന ആദ്യ സീസണിൽ തന്നെ KKR തങ്ങളുടെ ഹാട്രിക് IPL കിരീടം നേടിയിട്ടുണ്ടായിരുന്നു. ശ്രേയസ് അയ്യരുടെ കീഴിൽ വളരെ മികച്ച കരുത്തുറ്റ ഒരു ടീം തന്നെയായിരുന്നു കഴിഞ്ഞ സീസണിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്. അപ്പോൾ IPL 2025 താരലേലത്തിലേക്ക് വരുമ്പോൾ KKR നിലനിർത്താൻ സാധ്യതയുള്ള 5 താരങ്ങളുടെ ആരൊക്കെയാണെന്ന് നോക്കാം. ശരിക്കും കഴിഞ്ഞ IPL താരലേലവുമായി ബന്ധപ്പെട്ടൊരു മീറ്റിംഗ് ഒക്കെ നേരത്തെ നടന്നിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു മീറ്റിങ്ങിൽ മിനി ഓപ്ഷന് ശക്തമായി സജസ്റ്റ് ചെയ്ത ഒരു ഫ്രാഞ്ചൈസി തന്നെയായിരുന്നു KKR. കാരണം നമുക്കറിയാം വളരെ ശക്തമായ ഒരു ടീം തന്നെയായിരുന്നു കഴിഞ്ഞ IPL സീസണിൽ KKR. സോ അങ്ങനെ ഒരു ടീമിൽ നിന്നും പെട്ടെന്നൊരു മെഗാ താരലത്തിൽ വമ്പൻ താരങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഒരു ടീമിന് ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളുണ്ട്. സോ അതിനാൽ തന്നെ IPL താരതലത്തിൽ KKR നിലനിർത്താൻ പോകുന്ന 5 പ്രധാനപ്പെട്ട താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം. ഒന്ന്, അവരുടെ ക്യാപ്റ്റൻ ചാമ്പ്യൻ ശ്രേയസ് അയ്യർ. കഴിഞ്ഞ സീസണിൽ ക്യാപ്റ്റൻസിയിൽ വളരെ മികച്ച പ്രകടനമായിരുന്നു അയ്യർ കാഴ്ചവെച്ചു. സോ ശ്രേയസ് അയ്യരെ ഇത്തവണ KKR നിലനിർത്തുന്ന ആദ്യ താരമായിരിക്കും. 2ാമത്തെ താരം റിങ്കു സിംഗ്. നമുക്കറിയാം ഇന്ത്യയുടെ യുവതാരം റിങ്കു സിംഗ് KKRന് വേണ്ടി കഴിഞ്ഞ കുറച്ച് സീസണുകളെ വളരെ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സോ റിങ്കു സിംഗിനെയും KKR ഡയറക്റ്റ് റിട്ടൻഷൻ ചെയ്യും. 3ാമത്തെ താരമായി അവർ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത് അവരുടെ സ്പിൻ ബൗളറായിട്ടുള്ള വരുൺ ചക്രവർത്തിയാണ്. നമുക്ക് കഴിഞ്ഞ IPL സീസണിലും വളരെ മികച്ച പ്രകടനമായിരുന്നു വരുൺ ചക്രവർത്തി കാഴ്ചവെച്ചു. ഒപ്പം ഏറ്റവും റീസെൻ്റ് അവസാനിച്ച തമിഴ്നാട് പ്രീമിയർ ലീഗിലും ചാമ്പ്യന്മാരായ ദിണ്ടുഗൽ ഡ്രാഗൺസിന് വേണ്ടി വളരെ മികച്ച പ്രകടനമായിരുന്നു ലോക്കൽ ബോയ് ഫ്രം തമിഴ്നാടു കാഴ്ച വെച്ചത്. സോ വരുൺ ചക്രവർത്തി ആയിരിക്കും KKRൻ്റെ 3ാമത്തെ ഡയറക്റ്റ് റിട്ടൻഷൻ. ഇനി അവരുടെ 4ാമത്തെ റിട്ടൻഷനിലേക്ക് വരികയാണെങ്കിൽ അവരുടെ യുവ ഫാസ്റ്റ് ബൗളറായിട്ടുള്ള ഹർഷിത് റാണയായിരിക്കും അവർ റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. അൺക്യാപ്ഡ് ലിസ്റ്റിൽ ഹർഷിത് റാണയായിരിക്കും KKR റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ IPL സീസണിൽ KKRൻ്റെ ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്കറിയാം മിച്ചൽ സ്റ്റാർക്ക് ഒഴിച്ചു നിർത്തിയാൽ പേസ് ബൗളിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരു യുവതാരം തന്നെയാണ്, ഇന്ത്യൻ യുവതാരം തന്നെയാണ് ഹർഷിത് റാണ. സോ ഹർഷിത് റാണയും KKR റീറ്റെയിൻ ചെയ്യും. ഇനി അവരെ സംബന്ധിച്ച് ഏറെ പ്രശ്നങ്ങളുള്ളത് 5ാമത്തെ പ്ലെയർ റിട്ടൻഷനിൽ. കാരണം അവർ നിലനിർത്താൻ പോകുന്ന വിദേശ താരം ആരായിരിക്കും? ഒരുപാട് പേരുകൾ തന്നെ ഉണ്ട്. ആന്ധ്ര റസലുണ്ട്, ഫിൽ സോൾട്ട് ഉണ്ട്, സുനിൽ നരൈനുണ്ട്, മിച്ചൽ സ്റ്റാർക്ക്, അങ്ങനെ ഒരുപാട് മികച്ച ഫോറിൻ പ്ലെയേഴ്സ് ഉള്ള സ്കോഡ് തന്നെയാണ് KKRനത് കഴിഞ്ഞ സീസണിൽ. സോ KKR ആരെയായിരിക്കും ഒരു ഫോറിൻ പ്ലെയറായി റീറ്റെയിൻ ചെയ്യാൻ പോകുന്നത്? നിലവിലത്തെ അപ്ഡേറ്റ്സ് പ്രകാരം മിച്ചൽ സ്റ്റാർക്ക് തന്നെയായിരിക്കും KKRൻ്റെ ഫോറിൻ റിട്ടൻഷനായി വരാൻ പോകുന്നത്. കഴിഞ്ഞ IPL സീസണിൽ അത്ര മികച്ച പ്രകടനമായിരുന്നില്ല കാഴ്ചവെച്ചത്. പക്ഷേ വമ്പൻ തുക മുടക്കിയായിരുന്നു, റെക്കോർഡ് ഫീ നൽകിയായിരുന്നു സ്റ്റാർക്കിനെ KKR കൊണ്ടുവന്നു. സോ അങ്ങനെ ഒരു താരത്തെ പെട്ടെന്നൊന്നും അവർ അങ്ങനെ വിട്ടുകളയുമെന്ന് തോന്നുന്നില്ല. സോ മിച്ചൽ സ്റ്റാർക്കായിരിക്കും KKRൻ്റെ വിദേശ, അതായത് ഫോറിൻ റിട്ടൻഷൻ പ്ലെയറായിട്ട് അവരുടെ റിട്ടൻഷൻ ലിസ്റ്റിൽ വരാൻ പോകുന്നു. ഇനി RTM റൂൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ് ആയിട്ടും സുനിൽ നരൈനോ അല്ലെങ്കിൽ ഫിൽ സോൾട്ടിനോ വേണ്ടിയായിരിക്കും അവർ അത് ഉപയോഗിക്കാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ അവരുടെ സ്റ്റാർ ഓൾറൗണ്ടർ ആന്ധ്ര റസലിനെ KKR റിലീസ് ചെയ്യും. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.